ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ നായകത്വം ഏറ്റെടുക്കാൻ സാധ്യത ഏറി വരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ തുടക്കം നമുക്കറിയാം വലിയ പ്രതീക്ഷയോടെയായിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ഒത്തുപിടിച്ചു നിന്ന് കൂട്ടായി നേടിയെടുത്തത് വലിയ വിജയമാണ് രാജ്യത്ത്. നരേന്ദ്രമോദിയുടെ പടിയിറക്കത്തിന്റെ ലക്ഷണമാണിതെന്ന് തോന്നിക്കുകയും ചെയ്തു. എന്നാൽ അത് കഴിഞ്ഞ് ഇപ്പോൾ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതോടെയാണ് കളി മാറിയത്. തുടർച്ചയായ തോൽവികൾ ഇന്ത്യ സഖ്യത്തെ വലിയ രീതിയിൽ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചു. തുടർച്ചയായ തോൽവികൾ സംഭവിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ തമ്മിലടി രൂക്ഷമായി എന്നതാണ് സത്യം. അത് കോൺഗ്രസിനെതിരെയാണ് എല്ലാവരും നീങ്ങുന്നത് എന്നിരിക്കെ പ്രതിപക്ഷത്തെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തേ മതിയാകൂ. അവിടെയാണ് മമതയുടെ പ്രാധാന്യം വരുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്ത് ആര് വരണമെന്ന ചർച്ച മുറുകുന്നതിനിടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഒരുപാട് കക്ഷികൾ രംഗത്ത് വന്നു. RJD നേതാവ് ലാലു പ്രസാദ് യാദവ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം NCP നേതാവ് ശരത് പവാർ തന്നെ മമതയുടെ പേര് പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഉദ്ധവ് താക്കറെ അടക്കമുള്ളവരും മമതയുടെ പേര് പറഞ്ഞു കഴിഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി നേതൃത്വം നൽകണമെന്നാണ് ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് അവസാനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹമാണ് ഇന്ത്യ സഖ്യം തന്നെ രൂപീകരിക്കാൻ ഏറ്റവും മുന്നിൽ നിന്ന ഒരു നേതാവ്. ഈ വിഷയത്തിൽ കോൺഗ്രസിനുള്ള എതിർപ്പ് കണക്കാക്കേണ്ടതേയില്ല എന്നാണ് ലാലു പ്രസാദ് യാദവ് പറയുന്നത്. കാരണം ഇന്ത്യ മുന്നണി രക്ഷപ്പെടണം. മമതാ ബാനർജിയാണ് ഇന്ത്യയെ നയിക്കേണ്ടത്. RJD മമതയെ പിന്തുണയ്ക്കുന്നു. ബീഹാറിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ RJDയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഇതോടെ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലേക്ക് മമതാ ബാനർജിക്കുള്ള പിന്തുണ ഏറി വരികയാണ്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഇന്ത്യ സഖ്യത്തിന് സംഭവിച്ച വൻ തിരിച്ചടി. ആ സാഹചര്യത്തിലാണ് നേതൃമാറ്റം വേണമെന്ന ആവശ്യം ഇപ്പോൾ ഉയർന്നു വരുന്നത്. മമതാ ബാനർജി നേതൃത്വത്തിലേക്ക് വരണമെന്ന് കഴിഞ്ഞ ദിവസം NCP നേതാവ് ശരത് പവാറും ആവശ്യപ്പെട്ടിരുന്നു. മമത കാര്യപ്രാപ്തിയുള്ള നേതാവാണ്. സഖ്യത്തെ നയിക്കാമെന്ന് പറയാൻ അവർക്ക് എല്ലാ അവകാശമുണ്ടെന്നും പവാർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അതുപോലെ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ വിഭാഗവും സമാജ്വാദി പാർട്ടിയും മമത നേതൃത്വത്തിലേക്ക് എത്തുന്നതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. ഈ നീക്കത്തെ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇതിനിടെ കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യ നേതൃത്വത്തിനെതിരെ ഇടത് കക്ഷികളും രംഗത്തെത്തിയിരിക്കുന്നു. അങ്ങനെ ഒട്ടുമിക്ക ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളും കോൺഗ്രസിനെതിരെ രംഗത്ത് വരികയും അതുപോലെ മമതാ ബാനർജിയെ നേതാവായി കൊണ്ടുവന്നാൽ മാത്രമേ നരേന്ദ്രമോദിക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് മാറി നിന്ന് മമതയ്ക്ക് നേതൃത്വം ഏൽപ്പിക്കേണ്ടി വരുന്നത്. അവസരം നൽകുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ സന്നദ്ധതയാണെന്ന് മമത അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. മമതയുടെ പ്രതികരണം വന്നു, അത് നമ്മൾ കണ്ടു. ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് താൻ ഉൾപ്പെടെയുള്ളവരാണ്. അത് കൈകാര്യം ചെയ്യേണ്ടതിന്റെ ചുമതല ഇപ്പോൾ നേതൃനിരയുള്ളവർക്കാണ്. അവർക്കതിന് കഴിയുന്നില്ല എങ്കിൽ താൻ തന്നെ ഇതിൽ നേരിട്ടിടപെടും എന്നുള്ളൊരു സൂചന മമത നൽകിക്കഴിഞ്ഞു. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണമെന്നാണ് പ്രധാനം. തനിക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ ഈ സഖ്യത്തിന്റെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് മമതാ ബാനർജിയും പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഉടൻ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃനിരയിൽ സമൂലമായൊരു മാറ്റം വരാനുള്ള സാധ്യത ഏറെ എന്നാണ് പൊതുവായി ഒരു വിലയിരുത്തൽ വരുന്നത്. കോൺഗ്രസ് ഒന്ന് മൂളിയാൽ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം രക്ഷപ്പെടണമെന്ന് മനസ്സുവെച്ചാൽ മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ അമരത്തേക്ക് കടന്നുവരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു.